ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജമ്മുവിലെ കട്രയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കട്ര വരെ നമ്മൾ വന്ദേ ഭാരതിലാണ് യാത്ര ചെയ്തത്. പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കട്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ക്ഷേത്രത്തിലെ ഐതിഹ്യം, വഴിപാട്, യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ വലിയ മലയിൽ വൈഷ്ണോദേവി ക്ഷേത്രം ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വലിയ മലയിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങുന്നതിന് മുൻപായി യാത്രാ കാർഡ് എടുക്കേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ യാത്രാ കാർഡ് എടുത്തിരുന്നു. യാത്രാ കാർഡ് എടുക്കുന്നതിന് നമ്മളുടെ ആധാർ കാർഡ് മാത്രം മതിയാകും. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിലെ തീർത്ഥാടന യാത്ര ആരംഭിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുൻപായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് യാത്ര തുടങ്ങേണ്ടത്. ഞങ്ങൾ 3 പേരും കാൽനടയായി ആണ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് സപ്പോർട്ടിനായി ഇങ്ങനെയൊരു സ്റ്റിക്ക് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. മലയിലൂടെയുള്ള യാത്രയായതിനാൽ ചുറ്റിനും കാട് നിറഞ്ഞ ഒരു വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാട്ടിൽ അവിടെ ഇവിടെയായി ഒരുപാട് കണിക്കൊന്ന മരവും അതിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം എന്തെന്നാൽ പണ്ഡിറ്റ് ശ്രീധറിന്റെയും ഭൈരവ്നാഥിന്റെയും കഥയാണ്. ഏകദേശം 700 വർഷം മുൻപ് ത്രികൂട ഗ്രാമത്തിൽ ശ്രീധർ എന്ന ഭക്തനായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് ഭണ്ഡാര സദ്യ നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മാതാ വൈഷ്ണോദേവി ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ വലിയൊരു ഭണ്ഡാര സദ്യ നടത്താൻ സഹായിച്ചു. ആ സദ്യയിൽ ഭൈരവ്നാഥ് എന്ന ദുർമന്ത്രവാദി പെൺകുട്ടിയെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി പിന്തുടരുകയും ചെയ്തു. അവനിൽ നിന്നും രക്ഷപ്പെടാനായി ദേവി മലമുകളിലൂടെയും ഗുഹകളിലൂടെയും ഓടി. യാത്രക്കിടെ ഭഗൻഗംഗ നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലത്ത് മുടി കഴുകുകയും ഒരു ഹനുമാൻ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഭൈരവ്നാഥിനെ തടയാൻ ഹനുമാനെ ഉപയോഗിച്ച് ദേവി 9 മാസം ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു. ഈ ഗുഹയാണ് ഇന്ന് അർദ്ധകുമാരി എന്ന് അറിയപ്പെടുന്നത്. ഈ ഗുഹയിൽ പ്രവേശിക്കാൻ ഭൈരവ്നാഥ് ശ്രമിച്ചപ്പോൾ ദേവിക്ക് തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്ത് ഭൈരവ്നാഥിന്റെ ശിരസ് വാളുകൊണ്ട് ഛേദിക്കുകയും ചെയ്യേണ്ടി വന്നു. ശിരസ് വീണ സ്ഥലം പിന്നീട് ഭൈരവ് ഘാട്ടി എന്നറിയപ്പെട്ടു. മരണം അടുത്തു കണ്ട ഭൈരവ്നാഥ് തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് മാതാവിനോട് മോക്ഷം യാചിച്ചു. ഞങ്ങൾ 7 മണി ആകാറായപ്പോഴാണ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ നല്ല ഇരുട്ടായി. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നടന്നു പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയായി ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം, ഭക്ഷണം എല്ലാനും അവിടെ കിട്ടും. ദാ ഈ കാണുന്നത് ആ മകലയുടെ മുകളിലേക്കുള്ള, അതായത് ക്ഷേത്രത്തിലേക്കുള്ള വഴികളാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ആ വഴികൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങേ അറ്റം വരെ നമുക്ക് പോകാനുണ്ട്. അതുപോലെ ലങ്കറുകളും മെഡിക്കൽ യൂണിറ്റുകളും ഈ പോകുന്ന വഴിയിലുണ്ട്. മുകളിൽ നിന്നും കട്ര സിറ്റി മുഴുവനായിട്ടും ഇപ്പോൾ കാണാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കട്ര സിറ്റിയിൽ നിന്നും ഏകദേശം 5200 അടി ഉയരത്തിലാണ് ഈ ഗുഹാക്ഷേത്രം ഉള്ളത്. പലയിടങ്ങളിലായി ഇതുപോലെ സ്റ്റെപ്പുകളുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. ഇത് യാത്രയെ എളുപ്പമാക്കുമെങ്കിലും കയറ്റം ആയതിനാൽ ഞങ്ങൾ സ്റ്റെപ്പ് എല്ലാനും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഓരോരോ കാഴ്ചകൾ കണ്ടും ഓരോ വ്യൂ പോയിന്റിലെ ഭംഗിയെല്ലാം ആസ്വദിച്ചും ഓരോ ഇടവേളകളിൽ വെള്ളവും ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നടന്നു കയറിയതിനാൽ ഞങ്ങൾക്ക് അധികം ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ഞങ്ങളിപ്പോൾ അർദ്ധകുമാരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അർദ്ധകുമാരി വരെ എത്തിച്ചേരാൻ 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് തരാക്കോട്ട മാർഗവും പിന്നെ ഒന്ന് ബൻഗംഗ മാർഗമാണ്. തരാക്കോട്ട 7 കിലോമീറ്ററും ബൻഗംഗ 5.8 കിലോമീറ്ററുമാണ് വരുന്നത്. ഞങ്ങൾ പോയതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് തരാക്കോട്ട വഴി പോകുന്നതാണ് കാൽനട യാത്രക്കാർക്ക് നല്ലത്. കാരണം കുത്തനെയുള്ള സ്ലോപ്പുകൾ അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നടന്നു കയറുമ്പോഴുള്ള പ്രയാസം നമുക്ക് കുറവായിരിക്കും. തിരിച്ചും ഞങ്ങൾ നടന്നു തന്നെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ബൻഗംഗ മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഈ ഒരു രീതിയാണ് ഞങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത്. ലാൻഡ് സ്ലൈഡിനുള്ള
ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ അവിടെ കാണാം. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇവിടെ വരുന്നത് കുറച്ച് പ്രയാസകരമായിരിക്കും. കാൽനടയായി യാത്ര ചെയ്യാൻ പറ്റാത്തവർക്കായി പാൽക്കി, കുതിര, ബാറ്ററി കാർ, ഹെലികോപ്റ്റർ എന്നീ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പാൽക്കിക്ക് ബൻഗംഗ മുതൽ അർദ്ധകുവാരി വരെ 2250, ബൻഗംഗ മുതൽ ഭവൻ വരെ 3950, ഭവൻ മുതൽ ഭൈരവ് ഭാവ വരെ 1250. ബാറ്ററി കാറിന് അർദ്ധകുവാരി വരെ 300, ഭവൻ വരെ 450. ഹെലികോപ്റ്ററിന് 2210. കുതിരയാണെങ്കിൽ കട്ര മുതൽ അർദ്ധകുവാരി വരെ 650, കട്ര മുതൽ ഭവൻ വരെ 1250, ഭവൻ മുതൽ ഭൈരവ് ഭാവ വരെ 350. കാൽനടയായി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മളൊരു ചെറിയ ബാഗിൽ വളരെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. വഴിയിലെല്ലാം നിറയെ കുരങ്ങന്മാരിരുന്ന് ഉറങ്ങാൻ കേട്ടോ. മുകളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റിൻ്റെ കമ്പികളിലൊക്കെ ഇരുന്നാണ് കുരങ്ങന്മാർ ഉറങ്ങുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. മുകളിൽ റൂമുകളെല്ലാം അവൈലബിൾ ആണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് വൈഷ്ണോദേവി ടെമ്പിൾ കാണാൻ പറ്റുന്ന ആ ഒരു സ്പോട്ടും വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരുപാടുണ്ട് നടക്കാനായിട്ട്. ജൂൺ ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ പോയത്. എങ്കിൽ പോലും മലയുടെ മുകളിൽ എത്തുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. അതിനാൽ കുട്ടീനെ ഒരു ഹുഡിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നവരാത്രിയും ദീപാവലിയുമാണ് വൈഷ്ണോമാതാ ടെമ്പിളിലെ പ്രധാന ഉത്സവങ്ങൾ. ഭക്തര് കൊട്ടും പാട്ടൊക്കെ ആയി നല്ല എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ മല കയറി പോകുന്നത്. ഈ വഴി പോയാലാണ് കേട്ടോ ഹെലിപ്പാഡിൻ്റെ ആ ഒരു പോയിന്റ് ഉള്ളത്. മുന്നോട്ട് നടന്ന് പോകുമ്പോൾ അമ്പലം അടുത്തടുത്തായി വരുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ദൂരം നടന്ന് വരുന്നതാണല്ലോ. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ പാറയില്ലാതെ നമ്മളുടെ ചരിഞ്ഞ് മുകളിലേക്ക് നിൽക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴി തന്നെയാണിത്. 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കുന്ന ഒരു ടെമ്പിളാണ് വൈഷ്ണോമാതാ ടെമ്പിൾ. ഞങ്ങൾ രാത്രിയാണ് അതുകൊണ്ട് യാത്ര ആരംഭിച്ചത്. ഈ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല സമാധാനമായി, തിരക്കുകളൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മല കയറാനായിട്ട്. പകൽ സമയമായപ്പോൾ ഉള്ള അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ 7 മണിക്ക് യാത്ര ആരംഭിച്ച് 12:30 ആയപ്പോഴേക്കും മുകളിലെത്തിയിരുന്നു. രാത്രി തന്നെ ഞങ്ങൾ ഗുഹക്കകത്തുള്ള അമ്പലത്തിൽ ദർശനം നടത്തി തിരിച്ചിറങ്ങി. കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരം പുലർന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും താഴേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഈ കാണുന്നത് ഭൈരവ് ഭാവയിലേക്കുള്ള കേബിൾ കാറാണ്. ഇനി വൈഷ്ണോമാതയിലെ വഴിപാടിനെ പറ്റി പറയാം. നമ്മൾ ദർശനം നടത്തുന്നതിന് തൊട്ട് മുൻപായി ലോക്കർ സംവിധാനമുണ്ട്. അവിടെ നമ്മൾ ബാഗും ചെരുപ്പും മൊബൈൽ ഫോണെല്ലാം വെക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശനമുള്ളൂ. അതിനും ലോക്കറിനും തൊട്ടടുത്തായിട്ട് വഴിപാടിൻ്റെ കൗണ്ടറുകളുണ്ട്. അവിടെ നിന്നും നമ്മൾക്ക് 50 രൂപയുടെയും 100 രൂപയുടെയും പ്രസാദ കിറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. പ്രസാദ കിറ്റും അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നും. ഞങ്ങൾ നാളികേരം ഉൾപ്പെടുന്ന 100 രൂപയുടെ കിറ്റാണ് വാങ്ങിയത്. അത് വാങ്ങിയതിന് ശേഷം അമ്പലത്തിൽ ദർശനം നടത്തുമ്പോൾ പ്രതിഷ്ഠയുടെ മുന്നിലിരിക്കുന്ന പണ്ഡിറ്റ്ജീൻ്റെ കയ്യിലേക്ക് നമ്മളത് കൊടുക്കുമ്പോൾ അതവിടെ ദേവീനെ അർപ്പിച്ച് അവർ തിരിച്ച് നമ്മൾക്ക് ആ പ്രസാദ കിറ്റ് തരും. നാളികേരം അപ്പം തരില്ല. നാളികേരത്തിന് പകരം ഒരു ടോക്കൺ തരും. നമ്മൾ ദർശനം നടത്തി തിരിച്ചിറങ്ങിയതിന് ശേഷം നാളികേരത്തിൻ്റെ ടോക്കൺ കൊടുക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ കൊടുത്തിട്ട് നമുക്ക് നാളികേരം പ്രസാദമായി തിരികെ വാങ്ങാവുന്നതാണ്. പകൽ സമയത്ത് തന്നെ തിരിച്ചിറങ്ങിയതിനാൽ കാട്ടിൽ കാണുന്ന പ്രത്യേകതരം മാന്, കുരങ്ങൻ, പ്രത്യേക തരത്തിലുള്ള പക്ഷികൾ എല്ലാവരും കാണാനായിട്ട് പറ്റിയിരുന്നു. പലരും കല്ലുകൾ കൊണ്ട് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ മോനും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് കാണുന്നത്. കട്ര സിറ്റി നമ്മൾ കയറി വന്ന വഴിയെല്ലാനും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ഡേഞ്ചറസ് ആണ് ഈ വഴി എന്നുള്ളത്. മുകളിൽ നിന്ന് ഒരു വലിയ പാറ കഷ്ണം വന്ന് വീണ് കിടക്കുന്നതാണ്. അവിടെ ആ ഒരു നെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ സേഫായിട്ടുണ്ട്.
തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ അർദ്ധകുവാരീൻ്റെ അകത്തൊന്ന് കയറി. ഇതാണ് ഇവിടെ ടോക്കൺ അനുസരിച്ചാണ് ആൾക്കാരെ അകത്ത് കയറ്റുന്നത്. അപ്പം നമ്മൾ മുൻകൂട്ടി ടോക്കൺ എടുത്ത് വെക്കേണ്ടതാണ്. ഗുഹയുടെ അകത്തേക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഒരു സമയം അവരെ അകത്തേക്ക് കയറ്റുള്ളൂ. പോകുന്ന വഴിയിൽ ഒരുപാട് ഭോജനാലയങ്ങളും ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അർദ്ധകുവാരിയിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ബാറ്ററി കാറുകളുടെയൊക്കെ സ്റ്റാൻഡ് വരുന്നത്. ബാറ്ററി കാറിൻ്റെ സർവീസ് നമുക്ക് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ കുതിര സവാരിയുടെ ഒരുപാട് കുതിരകളുടെ ആൾക്കാരൊക്കെ കാണാൻ സാധിക്കും. കുതിര സവാരിയോ പാൽക്കോ ഒന്നും തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചും നടന്ന് തന്നെ ഇറങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം, അതും അർദ്ധകുവാരി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാവരും ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വിൽപ്പനക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് നമ്മളുടെ ആ ഒരു ക്ഷീണവും തളർച്ചയും എല്ലാവരും നമ്മൾ മാറ്റുന്നുണ്ട്. താഴെ എത്തുന്നതിനും 2-3 കിലോമീറ്റർ മുന്നേ ആയിട്ട് നിരനിരയായി ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒരുപാട് മസാജ് സെൻറ്ററുകളും ഇവിടെ കാണാൻ സാധിക്കും. നടന്ന് ആവശ്യതയായി ഇറങ്ങുന്നവർക്ക് മസാജ് സെൻറ്ററുകൾ ഒരു നല്ല കാര്യമാണ്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സ്റ്റുഡിയോകളും ഉണ്ട്. അതിനകത്തെല്ലാനും വൈഷ്ണോദേവിയിലെയും ശിവഗുഹയിലെയും പോലുള്ള പ്രതിഷ്ഠകളുടെ മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈഷ്ണോദേവി ടെമ്പിളിലെ പ്രധാന പ്രതിഷ്ഠയുടെ മാതൃകയുടെ മുന്നിൽ നിന്ന് ഞങ്ങളും ഒരു ഫോട്ടോ എടുത്തിരുന്നു. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള മറ്റ് അമ്പലങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങി യാത്ര കഴിയുന്നതിന് തൊട്ടു മുൻപായി നമ്മൾ ആ യാത്രാ കാർഡ് അവിടെ തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ വൈഷ്ണോമാത ടെമ്പിളിലെ ദർശനമെല്ലാം പൂർത്തിയായി ഞങ്ങൾ ഇറങ്ങി. കാൽനടയായിട്ടായിരുന്നു മല കയറിയതും ഇറങ്ങിയതും. ഞങ്ങളുടെ മകനും കാൽനടയായിട്ടാണ് മല കയറിയത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ദർശനവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. 2 സൈഡും കൂട്ടി 30 കിലോമീറ്ററോളം ഏകദേശം ഞങ്ങൾ നടന്നു. കാൽ വേദനിച്ചെങ്കിൽ കൂടിയും അതങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമായിരുന്നു. ഇനി പ്രസാദ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് കാണിക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ടുള്ളൊരു തേങ്ങയാണ് ഉണ്ടായിരുന്നത്. അത് പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ ഓറഞ്ച് കവറിലുള്ള പ്രസാദം അതെല്ലാവർക്കും, തൊഴുത് ഇറങ്ങുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പിന്നീട് ഈ കാണുന്നത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പൊരിയാണ്. പിന്നെ ഈ ഒരു പാക്കറ്റിലായിട്ട് 6 ഇതുപോലത്തുള്ള ചരടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഗുഹയിൽ 3 പിണ്ടികളുടെ രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ആ ദേവിയെ അണിയിക്കുന്ന പട്ടാണ് ഈ കാണുന്നത്. ഇതെനിക്ക് ദർശനത്തിന് ശേഷം അവിടുത്തെ പണ്ഡിറ്റ് ജി തന്നതാണ്. അത് എല്ലാവർക്കും കിട്ടണതല്ല. കിറ്റിലും പ്രസാദ കിറ്റിലും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഓറഞ്ച് പാക്കറ്റിൽ ഇതുപോലെ ഒരു സിൽവർ കോയിൻ ഉണ്ടായിരുന്നു, ദേവീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്രസാദമാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ ഈ പ്രസാദ കിറ്റിലും ഒരു കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, എല്ലാവർക്കും പ്രയോജനമായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. താങ്ക്